നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെയാണ് നേരിടുന്നത്. വരുന്ന ഞായറാഴ്ച ജൂലൈ 12 രാവിലെ 6:30 ഇന്ത്യൻ സമയം രാവിലെ 6:30 ആ മത്സരം നടക്കുക. അപ്പോൾ അർജന്റീനയെ നേരിടാൻ ഒരുങ്ങുന്ന സ്വിറ്റ്സർലൻഡിൻ്റെ ക്യാപ്റ്റൻ ഗ്രാനിറ്റ് സാക്ക ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അർജന്റീനയും മെസ്സിയെയും വെറുതെ വിടാൻ പോകുന്നില്ല, നല്ലവണ്ണം ബുദ്ധിമുട്ടിക്കും. മെസ്സിയെ തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷേ ഞങ്ങൾ അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ലിയണൽ മെസ്സി വലിയ ഇതിഹാസ താരമാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രിവിലേജാണ് എന്ന് സാക്ക പറയുന്നുണ്ട്. മെസ്സിയുടെ കാലത്ത് കളിച്ചത് കൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്, അത് വലിയൊരു കാര്യമാണ് എന്ന് സാക്ക നിസ്സംശയം പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള മെസ്സിയെയും അർജന്റീനയെയും ഞങ്ങൾ പരമാവധി ബുദ്ധിമുട്ടിക്കും ക്വാർട്ടർ ഫൈനലിൽ എന്ന് തന്നെയാണ് സാക്ക പറയുന്നത്. അതുകൊണ്ട് അതിനർത്ഥം മെസ്സിയെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് ഉറപ്പ് പറയലൊന്നുമല്ല, അത് അക്കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഇതാണ് സ്വിറ്റ്സർലൻഡിൻ്റെ ക്യാപ്റ്റൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് മെസ്സി എന്തൊരു കളിക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കാലത്ത് കളിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്, അതൊരു പ്രിവിലേജാണ്. അതുകൊണ്ട് മെസ്സിയുടെ കാലത്ത് കളിച്ചത് കൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാകും, അതിലൊന്നും തർക്കമില്ല. മെസ്സി ഒരു ജീനിയസാണ്. മെസ്സിയെ തടഞ്ഞു നിർത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷേ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, ഞങ്ങൾ എന്തായാലും മെസ്സിയെയും അർജന്റീനയെയും പരമാവധി ബുദ്ധിമുട്ടിക്കും. അങ്ങനെയൊന്നും വെറുതെ വിടാൻ ഞങ്ങൾ പോകുന്നില്ല എന്ന് ഗ്രാനിറ്റ് സാക്ക കൃത്യമായി പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് സ്വിറ്റ്സർലൻഡ് ഏത് നിലയിലും അവർ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത് തന്നെ ചരിത്രമാണ്. 1954 ലോകകപ്പിന് ശേഷം ഇതാദ്യമായിട്ടാണ് അവർ ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നത്. അത് തന്നെ അവർക്കൊരു വലിയ നേട്ടമാണ്. അങ്ങനെ വളരെ പമ്പ്ഡായിട്ട് നിൽക്കുന്ന സ്വിറ്റ്സർലൻഡ് അർജന്റീനയെ നന്നായി ബുദ്ധിമുട്ടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. മെസ്സിയെയും പരമാവധി പൂട്ടിയിടാൻ ശ്രമിക്കും അവർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അവരുടെ ക്യാപ്റ്റനും ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കും.